ഒരു ത്രില്ലർ സിനിമ കണ്ടതുപോലെ ഒരു പോലീസ് കഥ പറയുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായി ചാർജ് എടുത്ത അൻഷാദ് എന്ന പോലീസ് ഓഫീസറുടെ സർവീസിലെ ഒരു കൊച്ചു കഥ ഒരു ത്രില്ലർ സിനിമ കണ്ട ഫീലാണ് നമുക്കൊക്കെ സമ്മാനിക്കുന്നത്. സോഷ്യൽ വർക്കിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത് വനം വകുപ്പിലെയും സെയിൽ ടാക്സിലെയും ജോലികൾ ഉപേക്ഷിച്ച് കേരള പോലീസിന്റെ കാക്കി അണിഞ്ഞ ആളാണ് പാലക്കാട്ടുകാരൻ എസ് അൻഷാദ്. ഇത് അൻഷാദിന്റെ മാത്രമായിട്ടുള്ള ഒരു കഥയല്ല. അച്ഛനും അമ്മയും കൊല ചെയ്യപ്പെട്ട മുംബൈ നഗരത്തിലേക്ക് നാട് കടത്തപ്പെട്ട 6 വയസ്സുകാരൻ ആര്യന്റെയും അവന്റെ അനിയത്തി 4 വയസ്സുകാരിയായ അമൃതയുടെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥ കൂടിയാണത്. ഒരു നാടോടി കുടുംബത്തിന്റെ മുഴുവൻ ജീവിതവും ഇതിലുണ്ട്. 2017 ജനുവരി 21 പകൽ 11 മണിക്കാണ് ഇരിട്ടിയിലെ പൊട്ടക്കിണറ്റിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമുണ്ടെന്ന് അറിയിച്ച് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ വരുന്നത്. സബ് ഇൻസ്പെക്ടർ ട്രെയിനിയായ എസ് അൻഷാദ് സർവീസിൽ കയറിയിട്ട് 2 മാസം ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുതരം അമ്പരപ്പാണ് അദ്ദേഹത്തിന് വിവരം അറിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായത്. എന്നാലും പോലീസുകാരുടെ കൂടെ അവിടേക്ക് പോയി. 7 ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹം പുഴുവരിച്ച് വികൃതമായി ദുർഗന്ധം വരുന്നുണ്ട്. കാലിൽ കൊലുസും മൂക്കുത്തിയുമൊക്കെ ഒരു യുവതിയുടെ മൃതദേഹമാണ്. അവരുടെ കൈത്തണ്ടയിൽ കന്നഡയിൽ ആർ രാജു എന്ന് എഴുതിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ മൃതദേഹം ഒരു കന്നഡക്കാരുടേത് ആണെന്ന് ബോധ്യപ്പെട്ടു. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി സ്റ്റേഷനിലേക്ക് മടങ്ങുമ്പോൾ അൻഷാദിന്റെ മനസ്സിൽ ആ സ്ത്രീ ആരാണെന്ന ഒരു ചിന്തയായിരുന്നു. ഒരുപക്ഷെ പോലീസ് ജീവിതത്തിൽ ആദ്യത്തെ സംഭവമായതുകൊണ്ടാവും ആ ചിന്ത വന്നത്. സ്റ്റേഷനിലെ ക്രൈം ഗാർഡിൽ ഒരിടത്തും കാണാതായവരുടെ പട്ടികയിൽ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല. മറ്റ് സ്റ്റേഷനുകളിലെ വിവരങ്ങളും പരിശോധിച്ചു. അവിടെയും ഒരു സൂചനയും കണ്ടെത്താനായില്ല. ആ മരണത്തെക്കുറിച്ച് ആർക്കും പരാതി പോലുമില്ല. 2ാം ദിവസവും ആ സ്ത്രീയുടെ മുഖം അൻഷാദിനെ വിട്ടു പോയില്ല. യൂണിഫോമൊക്കെ മാറ്റിവെച്ച് ഒരു ബൈക്ക് എടുത്ത് പല സ്ഥലങ്ങളിലും അദ്ദേഹം അലഞ്ഞു നടന്നു. ഇരിട്ടിയിലെത്തി പലരോടും അന്വേഷിച്ചു. അവരിൽ നിന്നും മൃതദേഹം കണ്ട സ്ഥലത്തിനടുത്തായി ഒരു നാടോടി കുടുംബം താമസിച്ചതായി വിവരം കിട്ടി. ഭാര്യയും ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം. പിന്നെ ആ വഴിക്കായി അദ്ദേഹത്തിന്റെ അന്വേഷണം. 2 ആഴ്ച മുമ്പ് അവിടേക്ക് എത്തിയതാണ് അവർ. അതിനാൽ ആർക്കും കൂടുതൽ ഒന്നും അറിയില്ല. അടുത്തുള്ള കടയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി പറഞ്ഞത് അത് അവിടെ താമസിച്ച സ്ത്രീ തന്നെയാണ് സാറേ, അവരുടെ കയ്യിൽ പച്ച കുത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതോടെ അൻഷാദിന് ഒരു തുമ്പ് ലഭിച്ചു. അവർ ആരാണെന്ന് അറിയാനായി അടുത്ത ശ്രമം. നാടോടികൾ വരുന്ന സ്ഥലങ്ങളിലൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് അർഷാദ് മേലുദ്യോഗസ്ഥനോട് ചോദിച്ച് അനുവാദവും വാങ്ങി. പിന്നീട് ഉളിക്കലിൽ, ശ്രീകണ്ഠപുരം, ചക്കരക്കാൽ അങ്ങനെ പലയിടത്തായി നാടോടികളുടെ ഇടയിൽ അന്വേഷണം ആരംഭിച്ചു. യൂണിഫോമും പോലീസ് വാഹനവും ഒക്കെ മാറ്റിവെച്ചായിരുന്നു മുഴുവൻ അന്വേഷണവും നടത്തിയത്. ഈ അന്വേഷണത്തിൽ വഴികാട്ടിയായത് ആ നാടോടി പെൺകുട്ടിയാണ്. സാർ, ഇത് ശോഭ ചേച്ചിയാണ്. അവർക്ക് 2 മക്കളുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടികളുമായി കളിക്കാറുണ്ട് എന്നാണ് ചക്കരക്കലിൽ റോഡരികിൽ താമസിക്കുന്ന ഒരു നാടോടി പെൺകുട്ടി അൻഷാദിനോട് പറഞ്ഞത്. ഈ കുട്ടി നേരത്തെ ഇരിട്ടിയിൽ താമസിച്ചതാണ്. 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുമുണ്ട്. ഭിക്ഷാടനത്തിനിടെ തീവണ്ടി തട്ടി ഒരു കൈയും കാലും നഷ്ടമായ ജാനകിയുടെ മകളാണ് ആ പെൺകുട്ടി. ശോഭയെക്കുറിച്ച് മറ്റൊന്നും അവർക്കറിയില്ല. തിരിച്ച് സ്റ്റേഷനിലേക്ക് മടങ്ങുന്നതിനിടെ ജാനകി വിളിച്ചിരുന്നു. സാർ, ശോഭ മുമ്പൊരിക്കൽ വിളിച്ച ഒരു ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. അത് കിട്ടിയപ്പോൾ ശോഭ ആരാണെന്ന് കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷയും അൻഷാദിനുണ്ടായിരുന്നു. അതിനിടെ മൃതദേഹ പരിശോധനാ റിപ്പോർട്ട് വന്നിരുന്നു. ശോഭയുടേത് മുങ്ങി മരണമാണെന്നായിരുന്നു റിപ്പോർട്ട്. അതോടെ ആത്മഹത്യയാണെന്ന് പോലീസുകാർ ഉറപ്പിച്ചു. ജാനകി നൽകിയ ഫോൺ നമ്പർ പരിശോധനയ്ക്കായി നൽകി. കർണാടക നമ്പറാണെന്ന് അറിഞ്ഞതിനാൽ അതിലേക്ക് വിളിച്ചതുമില്ല. കേരള പോലീസ് അന്വേഷിക്കുന്നു എന്നറിഞ്ഞാൽ ഉള്ള തെളിവും നശിപ്പിച്ചാലോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം മറ്റൊരു കേസിന്റെ വിവരങ്ങൾ തേടി ഇരിട്ടി സ്റ്റേഷനിൽ 2 കർണാടക പോലീസുകാരെത്തി. അതിൽ ഒരാളെ കൊണ്ട് അൻഷാദ് ആ ഫോൺ നമ്പറിലേക്ക് വിളിപ്പിച്ചു. പോലീസാണെന്ന് പറയാതെ തന്നെ. കർണാടകയിലെ തുങ്കൂരിൽ ഡെക്കറേഷൻ ജോലി ചെയ്യുന്ന മഞ്ജുനാഥ് എന്ന ആളുടേതാണ് ആ ഫോണെന്ന് മനസ്സിലായി. അതിന് പിന്നാലെ സൈബർ സെൽ വിശദാംശങ്ങൾ നൽകിയതോടെ ഫോൺ നമ്പർ മഞ്ജുനാഥിൻ്റെതാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നെ മഞ്ജുനാഥിനെ അൻഷാദ് തന്നെ നേരിട്ട് വിളിച്ചു. ശോഭ എൻ്റെ മകളാണ്. അവരുടെ ഭർത്താവിനെ കാണാതായതാണ്. അതറിഞ്ഞപ്പോൾ സഹായിക്കാനായി ഞാൻ ഇരുട്ടിൽ വന്നിരുന്നു. അല്ലാതെ മറ്റ് വിവരമൊന്നും അറിയില്ല എന്നായിരുന്നു മഞ്ജുനാഥിന്റെ മറുപടി. മൃതദേഹം തിരിച്ചറിയാൻ നിങ്ങളൊന്ന് ഇവിടം വരെ വരണം എന്ന് അൻഷാദ് അയാളെ അറിയിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പലവട്ടം വിളിച്ചിട്ടും മഞ്ജുനാഥ് അങ്ങോട്ട് വന്നില്ല. ഒടുവിൽ ബന്ധുവാണെന്ന് പറഞ്ഞ ഒരാളും ഒരു അഡ്വക്കേറ്റും വന്നു. അവർ കേസിന്റെ വിവരങ്ങളും മൃതദേഹ പരിശോധനാ റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. ആ ബന്ധുവിനെ ഒന്ന് ചോദ്യം ചെയ്തപ്പോൾ കൂടെയുള്ളത് ബന്ധുവായി വേഷം കെട്ടിയ വക്കീൽ ഗുമസ്തനാണെന്ന് അൻഷാദിന് മനസ്സിലായി. അതോടെ ഇരുവരെയും തിരിച്ചയക്കുകയും ചെയ്തു. എന്നാൽ മഞ്ജുനാഥിന് പകരം ആ വക്കീൽ എന്തിനു വന്നുവെന്ന ചോദ്യം കൂടുതൽ സംശയങ്ങൾക്കിടയാക്കി. ഇക്കാര്യം ഡിവൈഎസ്പിയോടും സിഐയോടും പറഞ്ഞു. കൂടുതൽ അന്വേഷിക്കാൻ അവർ നിർദ്ദേശിച്ചതോടെ നേരെ കർണാടകയിലേക്ക് മഞ്ജുനാഥിനെ തേടിയിറങ്ങി അൻഷാദ്. തുംകൂരിലെ സിറയിൽ എത്തുമ്പോൾ പുലർച്ചെ 4 മണിയായി. അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ കൂട്ടി മഞ്ജുനാഥിന്റെ വീട്ടിലെത്തുമ്പോൾ 5 മണി. വിളിച്ചപ്പോൾ അയാളുടെ ഭാര്യയാണ് വാതിൽ തുറന്നത്. മഞ്ജുനാഥ് വീട്ടിൽ ഇല്ലെന്ന് പറഞ്ഞു. പോലീസ് അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും അവിടം വിട്ടു പോയില്ല. അവർ അവിടെ തന്നെ മറഞ്ഞു നിന്നു. ഇതറിയാതെ പുറത്തിറങ്ങിയ മഞ്ജുനാഥിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ശോഭയെ കൊന്ന് കിണറ്റിൽ ഇട്ടതാണെന്ന് വെളിപ്പെടുത്തി. പോലീസിനെ ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു അത്. ശോഭയുടെ ഭർത്താവായ രാജു അവളെ ഉപേക്ഷിച്ചു പോയപ്പോൾ താനുമായി അവൾ അടുപ്പത്തിലായെന്നും പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തന്നെ അനുവദിക്കാതെ ഇരുന്നത് കൊണ്ട് കൊന്നതാണെന്നും മഞ്ജുനാഥ് പറഞ്ഞു. കുട്ടികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് അയാൾ പറഞ്ഞത്.
അങ്ങനെ ആത്മഹത്യ ആകുമെന്ന് മൃതദേഹ പരിശോധന റിപ്പോർട്ടിൽ പോലും പരാമർശമുള്ള ഒരു മരണം കൊലപാതകമായി മാറി. കേസിന്റെ അന്വേഷണ ചുമതല സർക്കിൾ ഇൻസ്പെക്ടർ എൻ സുനിൽകുമാറിന് നൽകി. മഞ്ജുനാഥിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലാക്കുകയും ചെയ്തു. അവിടെ എല്ലാം തീരേണ്ടതായിരുന്നു. തെളിയാത്ത കേസുകളിലേക്ക് മാറാവുന്ന ഒരു അസ്വാഭാവിക മരണം കൊലപാതകമായത് മരിച്ച സ്ത്രീ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു പോലീസുകാരന്റെ ആഗ്രഹത്തിലൂടെയായിരുന്നു. എന്നാൽ ഇതിനിടെ ഒരു ദിവസം കാവ്യ എന്നൊരു സ്ത്രീ അൻഷാദിനെ കാണാനെത്തി. ശോഭയുടെ ഭർത്താവ് രാജുവിന്റെ സഹോദരിയാണ് കാവ്യ എന്നും രാജുവിനെ എന്തോ സംഭവിച്ചു കാണും, അവനെ കാണാതായിട്ട് 1 വർഷമായി എന്നും കാവ്യ അൻഷാദിനോട് പറഞ്ഞു. ശോഭയുടെ മരണത്തിൽ തെളിവെടുപ്പ് നടത്താനാണ് മഞ്ജുനാഥിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. പക്ഷേ കിട്ടിയ ഉടനെ അൻഷാദ് ഈ രാജുവിനെ കുറിച്ച് അന്വേഷിച്ചു. തനിക്ക് അറിയില്ലെന്ന മറുപടിയിൽ അയാൾ ഉറച്ചു നിന്നു. എന്നാൽ തിരിച്ചും മറിച്ചും പോലീസിന്റെ രീതിയിൽ ചോദിച്ചപ്പോൾ രാജുവിനെ ശോഭയും താനും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് മഞ്ജുനാഥ് തുറന്നു പറഞ്ഞു. അത് തനിക്ക് ശരിക്കും ഒരു ഷോക്കായി പോയി എന്നാണ് ഇതേക്കുറിച്ച് അൻഷാദ് പറയുന്നത്. ശോഭയും മഞ്ജുനാഥും തമ്മിലുള്ള ബന്ധത്തിന് തടസ്സമാണെന്ന് തോന്നിയ രാജുവിനെ കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊന്ന് കാട്ടിനുള്ളിലിട്ട് കത്തിക്കുകയായിരുന്നു. അങ്ങനെ 2 കൊലപാതകങ്ങളാണ് തെളിഞ്ഞു വന്നത്. പിന്നെ അൻഷാദിന് അറിയേണ്ടത് അവരുടെ കുട്ടികളെ കുറിച്ചായിരുന്നു. അവരെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അവർ എവിടെ പോയി? ശോഭയെ കൊന്നത് ജനുവരി 14 രാത്രിയാണ്. പിറ്റേന്ന് പുലർച്ചെ മക്കളായ ആര്യനെയും അമൃതയെയും കൂട്ടി ബാംഗ്ലൂരിലേക്ക് പോയി. മെജസ്റ്റിക്കിൽ വെച്ച് കുട്ടികളെ കാണാതായി എന്നാണ് മഞ്ജുനാഥ് പറഞ്ഞത്. പോലീസിന്റെ രീതി മാറ്റിവെച്ച് സങ്കടപ്പെടുന്ന ഒരു അച്ഛനെ പോലെ നീ അവരെയും കൊന്നോ അല്ലെങ്കിൽ ഭിക്ഷാടനത്തിന് വിട്ടോ, സത്യം പറയ് എന്ന അൻഷാദിന്റെ ചോദ്യം അത് പലതവണ കേട്ടപ്പോൾ മഞ്ജുനാഥ് പറഞ്ഞു, ഞാൻ അവരെ ബാംഗ്ലൂരിൽ നിന്ന് മുംബൈക്കുള്ള തീവണ്ടിയിൽ കയറ്റിവിട്ടുവെന്ന്. അത് സത്യമാണെന്ന് അയാൾ ആണയിട്ട് പറയുകയും ചെയ്തു. 4ഉം 6ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെ മുംബൈ പോലുള്ള മഹാനഗരത്തിൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നതായി അടുത്ത ചിന്ത. ഇരിട്ടി സ്റ്റേഷൻ ഒരു കുടുംബം പോലെ ആ സമയത്ത് ഒന്നിച്ചു നിന്നു. ഒടുവിൽ അൻഷാദ് ബാംഗ്ലൂരിലെത്തി തന്റെ സുഹൃത്തായ റിയാസിനെ കൊണ്ട് കുട്ടികളുടെ ചിത്രവും തന്റെ ഫോൺ നമ്പറും നൽകി ഗ്രാഫിക് കാർഡുണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. അത് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. പിന്നീട് പലയിടത്തു നിന്നായി ഫോൺ കോളുകൾ വന്നു. മെജസ്റ്റിക്, കലാശിപ്പാളയം, അങ്ങനെ ബാംഗ്ലൂരുവിലെ തെരുവും അമ്പലവും പള്ളിയും എല്ലാം കയറി ഇറങ്ങി. ഒരു വിവരവും ഉണ്ടായില്ല. മാർച്ച് 11 കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് ബിനു എന്ന സിവിൽ പോലീസ് ഓഫീസർ അൻഷാദിനെ വിളിച്ചു. മുംബൈ ചിൽഡ്രൻസ് ഹോമിൽ മലയാളം കുറച്ച് സംസാരിക്കുന്ന 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ആര്യന്റെയും അമൃതയുടെയും ഫോട്ടോ അയച്ചു കൊടുത്തു. അവരാണ് മുംബൈയിലുള്ളതെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്തു. രാജുവിന്റെ സഹോദരി കാവ്യയെയും കൂട്ടി അൻഷാദ് മുംബൈയിലേക്ക് പോയി. ആ 2 മക്കളെയും കൂട്ടി മാർച്ച് 19 ഇരിട്ടിയിൽ തിരിച്ചെത്തി. ഈ കഥ തീരുന്നത് മാർച്ച് 20 അന്ന് മാധ്യമപ്രവർത്തകർ ഈ കുഞ്ഞുങ്ങളെ കാണാൻ ഇരിട്ടിയിലെത്തി. ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ഒരു കുടുംബ വീടിന്റെ അന്തരീക്ഷത്തിലായിരുന്നു. സ്റ്റേഷൻ വളപ്പിൽ ആര്യനും അനിയത്തിയും ഓടി നടന്നിരുന്നു. തീവണ്ടിയിൽ വെച്ച് അമൃത കരഞ്ഞിരുന്നോ എന്ന് അവനോട് ചോദിച്ചപ്പോൾ വിശന്നിട്ടാ കരഞ്ഞത്, ആരോ ബ്രെഡും ഇറച്ചിയും വാങ്ങി തന്നു, പിന്നെ വേറെയും എന്തൊക്കെയോ ചിലർ തന്നു എന്നും ആര്യൻ പറഞ്ഞു. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുർള എക്സ്പ്രസിന്റെ 1-ാം നമ്പർ ബോഗിയിലാണ് മഞ്ജുനാഥ് 2 പേരെയും കയറ്റിവിട്ടത്. ബാത്റൂമിനോട് ചേർന്നുള്ള ഇടനാഴിയിൽ ഇരുത്തി 2 ദിവസം അവൻ ആ 4 വയസ്സുകാരി അനിയത്തിയെ ചേർത്ത് പിടിച്ചിരുന്നു. വിശപ്പ് തീർക്കാൻ കിട്ടിയതെല്ലാം പങ്കിട്ട് നൽകി. കുർള സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ പോലീസ് ഇരുവരെയും കൂട്ടി ചൈൽഡ് ലൈനിലാക്കുന്നതുവരെ അവരുടെ കയ്യിൽ ആ ചേട്ടൻ പിടിച്ചിരുന്നു. ആ സ്നേഹം അവന് എന്നും ഉണ്ടാകട്ടെ എന്നാണ് അൻഷാദും ആ കുഞ്ഞുങ്ങളെ കണ്ട എല്ലാവരും പ്രാർത്ഥിക്കുന്നത്.